ആരാ മനസ്സിലായല്ലോ? ധനുക്കുട്ടി. ധനുക്കുട്ടിയാണോ? നമ്മുടെ ധനുക്കുട്ടി ഇങ്ങനെ അല്ല. ഞാൻ ഡ്രസ് ഇട്ടോണ്ടാ. അല്ല. MJ അങ്കിളിന് മനസ്സിലായോ? ചോദിച്ചോക്ക്. ധനുക്കുട്ടിയല്ല. ഓ, അതല്ലേ, വേറെ ആളാണോ? ഞാൻ ധനുക്കുട്ടിയല്ല. പോരെ, ധനുക്കുട്ടിയല്ല. സന്തോഷായില്ലേ? ധനുക്കുട്ടി അല്ലെങ്കിൽ പിന്നെ ഈ കുട്ടിയുടെ പേരെന്താ? ഞാൻ ധനുക്കുട്ടിയാണെന്ന് പറഞ്ഞില്ലേ? അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ? ഞാൻ കരയുവേ. അയ്യോ അങ്കിൾ അല്ലാന്ന് ഞാൻ പറയും. അങ്ങനെ പറയല്ലേ? ആ. ധനുക്കുട്ടിയാണോ? ആണോ? ചെവിയിലൊരു തൂവലും ഇവിടെ എന്താ തലയിലൊക്കെ ശംഖ് കൊറേ കൊറേ ശംഖ്. മുഖം നോക്ക്. മുഖമാണോ നോക്കണ്ടേ? ഉടുപ്പൊക്കെ കണ്ടിട്ട് മനസ്സിലാവണില്ല. പക്ഷെ മുഖത്ത് നോക്കുമ്പോ എവിടെയോ നമ്മുടെ ധനുശ്രീക്കുട്ടിയുടെ ഒരു ഛായ ഉണ്ട്. എവിടെയോ ഒരു കാണാൻ shape ഉണ്ട്. ഒരു ഷേപ്പ്. അനിയത്തിയായിരിക്കും അല്ലേ? ആണോ? എന്താ ഞാൻ ധനുക്കുട്ടിയാ. ഓ, മാന്താൻ തുടങ്ങിയതാ. ഇങ്ങനെ ഇന്ന് ഡാൻസ് ഉണ്ടോ? പേര് ചോദിച്ചപ്പോ ഡാൻസ് ഉണ്ടാന്ന് ചോദിച്ചു. ഡാൻസ് ഉണ്ടെങ്കിൽ ഡാൻസ് കണ്ടിട്ട് വേണം തീരുമാനിക്കാം ധനുക്കുട്ടിയാണോ. ഉണ്ട്. ഡാൻസ് ഉണ്ടെങ്കിൽ ധനുക്കുട്ടിയായിരിക്കും. ഉണ്ട്. അപ്പൊ ധനുക്കുട്ടിയായിരിക്കും ഉറപ്പ്. അപ്പൊ തനിച്ചാണോ ഡാൻസ്? ധനുക്കുട്ടി തന്നെ. ആൾക്കാരുണ്ട്. ആൾക്കാരുണ്ടോ? ആ. എത്ര ബസ്സിൽ വന്ന ആൾക്കാര്? 8 പേര്. 8 പേര് കൂടെ ഉണ്ടോ? ഓ, അവരെവിടെ കിട്ടി? അവര് നമ്മളെ അമ്മയുടെ ക്ലാസ്സിലുള്ളവരാ. ആഹാ, ഓ. ആ, അമ്മ എല്ലാരും പഠിപ്പിച്ചത്. കിടിലൻ ഡാൻസേഴ്സ് ആയിരിക്കല്ലോ. അപ്പം എന്റെ അങ്കിളിന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. പറഞ്ഞോ. അങ്ങോട്ട് വന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. വന്നോ, പറഞ്ഞോ. ഒരു ചെറുത്. ഇത് ധനുക്കുട്ടി തന്നെടാ. ഇത് അടുത്തുനിന്ന് കാണുമ്പോ ഇപ്പഴാണ് ശരിക്കും മനസ്സിലായത്. ധനുക്കുട്ടി. അത് നേരത്തെ ഹാപ്പി ബർത്ത്ഡേക്ക് ഞാൻ എടുത്തു വെച്ചതാ. വെച്ചതാ. എന്തായിരുന്നു? എടുത്തു വെച്ചിരുന്നാണാ? ഒരു ഉമ്മയാണ്. അയ്യോടാ, ഒരു ഉമ്മയായിരുന്നു അത്. ഉമ്മ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ തരാൻ ആണോ? ആ, അതിനാണ് അച്ചോ. ഇപ്പോഴും തന്നത്. താങ്ക് യു കേട്ടോ. താങ്ക് യു.